എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. നമ്മൾ ഇന്ന് ഒരു ക്രിസ്മസ് സെലിബ്രേഷൻ ആണ് ഇവിടെ നടത്താൻ പോകുന്നത്. നമ്മള് ഒത്തിരി സെലിബ്രേഷൻ ഒന്നും ഇല്ല കേട്ടോ. നമ്മളൊരു കേക്ക് വാങ്ങിച്ചിട്ടുണ്ട്. ആ കേക്ക് ഒന്ന് കട്ട് ചെയ്യാൻ പോവാ. എന്നിട്ട് നമ്മളെല്ലാരും ഒന്ന് കഴിക്കാൻ പോവാ. ഇവിടെ വേറെ ആരും കേക്ക് കഴിക്കത്തില്ലാത്തതുകൊണ്ട് കേട്ടോ. ഞങ്ങൾ 3 പേര് മാത്രമേ കേക്ക് കഴിക്കത്തുള്ളൂ. ഇതിനകത്ത് മുട്ടയൊക്കെ ചേർത്തായതുകൊണ്ട് ഇവിടെ ഉള്ളവരാരും കഴിക്കത്തില്ല. നമുക്കിത് കട്ട് ചെയ്യാം. നമ്മള് പ്ലം കേക്കാണ് മേടിച്ചതേ. ഇനി മാളൊരു കേക്ക് കൊടുക്കാം. ഇന്നലെ നിങ്ങൾ സ്കൂളിൽ സെലിബ്രേഷൻ ഉണ്ടായിരുന്നോ? എന്നൊക്കെ ഉണ്ടായിരുന്നു സെലിബ്രേഷൻ? ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് മേടിച്ചു, ക്യാരറ്റ് കേക്ക്, ഗിഫ്റ്റ് എക്സ്ചേഞ്ച് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ സ്കൂള് ഫുള്ള് പാപ്പ മത്സരം അങ്ങനെ. ഏത് ക്ലാസ്സിലെ കുട്ടികളെ കിട്ടിയേ? ഏത് ക്ലാസ്സിനെ കിട്ടിയേ? ക്രിസ്മസ് പാപ്പ മത്സരത്തില് ഫസ്റ്റ് കിട്ടിയത് ആർക്കാം? അതെനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. മുഹമ്മൂടിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഏത് ആളാന്ന് തിരിച്ചറിയാൻ പാടാ. എന്നാലും ക്ലാസ് വിളിച്ചു പറയല്ലേ? ക്ലാസ് പറയത്തില്ല, ജസ്റ്റ് നമ്പർ പറയത്തില്ല. നിങ്ങളുടെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു പിള്ളേരെ? ഇല്ല. കുഞ്ഞിന് ഇനി വേണം? ഞാൻ എടുത്തോണ്ട് വന്ന പാത്രമായി ചെറുതായിരിക്കും. ഞാനോർത്ത റൗണ്ട് ഷേപ്പിലുള്ള കേക്കാന്നാണ് വിചാരിച്ചത്. അങ്ങനെ ചതുരം ആണെന്ന് വിചാരിച്ചില്ലായിരുന്നു. സാധാരണ നമ്മൾ റൗണ്ട് ഷേപ്പിലല്ലായിരുന്നു എപ്രാവശ്യം മേടിക്കുന്നത്. ഞാൻ കണ്ടിട്ടില്ല. ഞാൻ റൗണ്ടിലുള്ള പ്ലമ്മേ കഴിച്ചിട്ടുള്ളൂ. നമ്മൾ എലൈറ്റിന്റെ ഒക്കെ വാങ്ങിക്കുമ്പോ റൗണ്ട് അല്ലേ. ഇതിപ്പം നമ്മുടെ പാലായിന് ബേക്കറിയിൽ നിന്ന് വാങ്ങിച്ചത് കേട്ടോ. അവര് തന്നെ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. കമ്പനി സാധനമൊന്നുമല്ല. ഞങ്ങൾ സന്ധ്യ ബേക്കറി ഉണ്ടാക്കിയിട്ട് മേടിച്ചു. ആ, ഇതും സന്ധ്യ ബേക്കറി നല്ല സാധനമല്ല. നിങ്ങൾ എത്ര കിലോ മേടിച്ചു കേക്ക്? 2 കിലോ. 2 കിലോ കൊണ്ട് ഉണ്ടാക്കുന്നല്ലോ. എത്ര പിള്ളേരുണ്ട്? 38. ടീച്ചറും കൂടെ കൂട്ടും. അപ്പൊ ടീച്ചർ കൂട്ടി 39. അപ്പം നിങ്ങളുടെ ടീച്ചറിന് മാത്രമേ കൊടുത്തുള്ളൂ അതോ എല്ലാവർക്കും കൊണ്ട് കൊടുത്തു? HM ക്ലാസ്സിൽ ഒന്ന് കേക്ക് കൊടുത്ത് HM കൊടുത്തു. എല്ലാവരും കഴിച്ചല്ലേ? നല്ല സൂപ്പർ കേട്ടോ. എന്നാടാ അതിലെങ്ങാണ്ട് ഒരു എണ്ണാൻ പോകുന്നുണ്ട്. എണ്ണാനാ അവിടെ മരത്തിൽ നിർത്തി ആടിയെ. അത് റാമ്പോ കൊടുത്ത സൂപ്പറാണോ? സൂപ്പറാണോ? മീൻകുട്ടിക്ക് ഇന്നലെ എന്തെല്ലാം പരിപാടി ഉണ്ടായിരുന്നു സ്കൂളില്? ഇതുകൂടി കേൾക്കാനോടാ? മോൻ ഇഷ്ടപ്പെട്ടോ? മോൻ കഴിഞ്ഞ കൊല്ലം ഒന്നും ഇത് കൂടി പ്ലം കേക്ക് തിന്നത്തില്ലായിരുന്നല്ലോ. അതിനായിരുന്നു ആര് പറഞ്ഞു? അന്നത്തെ ഇതുപോലെയായിരുന്നു. പക്ഷെ കുഞ്ഞിനൊന്നും തിന്നാൻ ഇഷ്ടമില്ലായിരുന്നു. എന്നാന്ന് എനിക്കറിയാം. ഇന്നലെ സ്കൂളിൽ മുറിച്ചാണോ ഇതാണോ നല്ല ടേസ്റ്റ് ഉള്ള? ഇത് കൂടെ തന്നെയല്ലേ മുറിച്ച? ഏതിനാ ടേസ്റ്റ് കൂടുതലോ? രണ്ടിനും ഒരേ ടേസ്റ്റാണ്. എന്നിട്ട് കുഞ്ഞിന്റെ ഡാൻസോ പാട്ടോ എല്ലാം ഉണ്ടായിരുന്നോ? ഞങ്ങള് ക്രിസ്മസിന് ഒരു പാട്ട് പഠിച്ചു ക്ലാസ്സിലെല്ലാവരും. ഇത് കഴിച്ചിട്ട് കാണണേ. ഇത് കഴിച്ചു കഴിയുമ്പോൾ കാണണേ കേട്ടാ. മാളു ഉണ്ടാക്കിയ ക്രിസ്മസ് ട്രീ കിട്ടിയ മാളു വലിച്ചെടുക്കാതെ അതിന്റെ എല്ലാം പോവില്ലേ. കുറെ സ്റ്റാറൊക്കെ ഉണ്ടായിരുന്നു. മീൻ ഒരുക്കം
ഇത് മാളും ഉണ്ടാക്കിയ ക്രിസ്മസ് ട്രീ ആണ്. ക്രിസ്മസ് ട്രീ സ്റ്റാർ എന്നാണ് ഞാൻ പറഞ്ഞത്. സ്റ്റാർ അവിടെ തൂക്കിയിട്ടേക്കുന്നത് ഞാൻ നേരത്തെ എല്ലാവരും കാണിച്ചത്. ഇത് മാളും ഉണ്ടാക്കിയ ക്രിസ്മസ് ട്രീ ആണ്. എങ്ങനെയുണ്ട്? സൂപ്പറാണോ? കൊള്ളാമോ? കുഞ്ഞൊരു ട്രീ അല്ലേ? കഴിഞ്ഞ പോലെ നമ്മൾ ഉണ്ടാക്കാൻ നോക്കിയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല അല്ലേ? കഴിഞ്ഞ തവണ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എന്റെ എല്ലാ ഫ്രെയിമും ഉണ്ടാക്കി വെച്ചത് ചുറ്റാനുള്ള സാധനം കിട്ടിയില്ല. മേടിക്കണം ഞാൻ വിചാരിച്ചു. പക്ഷെ കടയിലൊന്നും ഇവിടെ ഒന്നും കിട്ടിയില്ല. വേറൊരു രീതിയിലുള്ള എല്ലാ കടയിലും ഉള്ളത് ഒരു വെള്ളി കളറും കൂടെ കൂടി നല്ല പച്ച നോക്കിയിട്ട് ഒരിടത്തില്ല. വേറെ കളറൊക്കെ ആയിരുന്നു. മഞ്ഞ, ഓറഞ്ച്, നല്ല കട്ടിയുള്ളത് കിട്ടാൻ പാടാ. അതെന്നാന്നറിയോ കാര്യം? ഇത് ഇങ്ങനെ ഈ ക്രിസ്മസിന്റെ സമയമാകുമ്പോഴത്തേക്ക് എല്ലാവരും ഒന്ന് വാങ്ങിച്ച് തീർക്കും. എല്ലാവരും വാങ്ങിക്കൊണ്ട് പോകും പച്ച ഇങ്ങനെ ട്രീ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ചെന്നപ്പോഴത്തേക്കിന് താമസിച്ചു പോയി. അതാ കടയിലെല്ലാം തീർന്നു പോയത്. പിന്നെ പാലയിലൊക്കെ പോയാലും ചിലപ്പോൾ കിട്ടിയും നമ്മളത്ര നോക്കിയില്ല. അതേ സാധനം കട്ടിയുള്ളത് കിട്ടും, കട്ടിയില്ലാതെ കിട്ടും. പക്ഷെ കട്ടിയുള്ളത് വേണം, ഇതിന്റെ ഒരു രസമില്ല. കട്ടിയില്ലാത്ത ഈ ക്രിസ്മസ് പാപ്പയൊക്കെ കഴിഞ്ഞതാണ് നമ്മൾ മേടിച്ചല്ലേ? കഴിഞ്ഞ മുമ്പിലത്തെ കൊല്ലം മേടിച്ച 2 പാക്കറ്റ് മേടിച്ച 12 എണ്ണം. ഒരെണ്ണേ ബാക്കി അവിടെ കിളക്കോ അടിച്ചു വാരിക്കളയും. ആരടിച്ചു വാരിക്കളയാ? ആരടിച്ചു വാരിക്കളയാ? ആരാ കളയുന്നേ? അമ്മ. ആരാ കൊണ്ട് നിർത്തിയിടുന്നേ? ചേച്ചിയൊന്നല്ല, നീയാ എല്ലാം കൂടെ കളയുന്നത്. എന്നിട്ട് ചേച്ചിയാന്ന് പറഞ്ഞാച്ചാ മതി കേട്ടോ. മതിയോ? ഞാൻ ചേച്ചിക്ക് കൊടുത്തു. ആ സാരില്ല, അതുകൂടെ കഴിക്കാം. ഇങ്ങോട്ട് വന്നേരാം, അമ്മ കഴിച്ചോ. ഉടുപ്പൻ കുറുമ്പ് കയറിയാൽ ഇട്ടോണ്ടിരിക്കുമ്പോ ഏതായാലും കയറിയല്ല. നീ കൊണ്ട് ഉരി വെച്ച് കഴിയുമ്പോഴേ കയറുള്ളൂ. പാട്ടുപാട്. ഞാൻ ഗിഫ്റ്റ് കാണിച്ചേ. ഇത് മാളും ഉണ്ടാക്കിയതാട്ടോ. നല്ല പൂവൊക്കെ വെച്ച് ഇലയൊക്കെ വെച്ച് ഒരു റിബണൊക്കെ കെട്ടി. ഇത് മീനുകുട്ടി കൊടുക്കാൻ ഉണ്ടാക്കിയതാണോ? കൊടുത്ത 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് കീറിപ്പൊറി കിടക്കുന്ന. എങ്ങനെയുണ്ട്? സൂപ്പറാണോ? പിന്നെ മീനുകുട്ടിയുടെ ഇതെല്ലാം മെഡലൊക്കെ ഉണ്ടെന്നേ കാണിക്കാം. വാ, കാല് മാറ്റിക്കേ. ഇത് മീനുകുട്ടിക്ക് കിട്ടിയ സർട്ടിഫിക്കറ്റ് ഒക്കെ ആണേ. ഇത് ഇന്നലെയാണോ കിട്ടിയത്? ഇന്നലെ കിട്ടിയതാണേ. ഇത് സംഘഗാനത്തിന് ബി ഗ്രേഡ് കിട്ടിയത്. ഒരു പിടിച്ചേടാ അവനെ. ഇത് മാറ്റിക്കേ. ഇനി അടുത്തത് സോഷ്യൽ സയൻസിന്റെ എക്സിബിഷന് ബി ഗ്രേഡ് കിട്ടിയത്. പിന്നെ എന്നാ ഇത് അടുത്തത് LP ജനറലിന്റെ ആക്ഷൻ സോങ് ഇംഗ്ലീഷിന് A ഗ്രേഡ് കിട്ടിയത്. അങ്ങനെ 3 എണ്ണം കിട്ടി. പിന്നെ ഇതെന്താടാ? മെഡല് കിട്ടിയതാ. ഞാൻ ഓർത്ത് ഇപ്പൊ കിട്ടിയതൊന്ന്. നീ പറ്റിച്ചല്ലേ? മാളുവിന് എന്തെല്ലാം കിട്ടിയെന്ന് കാണിക്കാവേ. ഇതെന്താ മാളു? ഇത് പളിയ നൃത്തമാണോ? പളിയ നൃത്തത്തിന് ഫസ്റ്റോ സെക്കൻഡോ? ഫസ്റ്റ് കിട്ടിയതിന്റെ. പിന്നെ മറ്റത് കഴിഞ്ഞ പോലെ ഇരുള നൃത്തം കളിച്ചതിന് ഫസ്റ്റ് കിട്ടി. പക്ഷെ സ്റ്റേറ്റിൽ പോകാനായിട്ട് കിട്ടിയില്ല അല്ലേ? സ്റ്റേറ്റിൽ സെലക്ഷൻ കിട്ടിയില്ല. ബി ഗ്രേഡ് ആയിട്ട് അല്ലേ? അല്ല, ഇരുളയ്ക്ക് കഴിഞ്ഞ ഓണം സെക്കൻഡ് A ഗ്രേഡ് ഉണ്ടായിരുന്നു. പക്ഷെ പള്ളിക്ക് ബി ഗ്രേഡ് ആയി. ഞങ്ങൾക്ക് പാട്ട് പാടുമ്പോ കൊട്ടാനുള്ള ഇൻസ്ട്രുമെന്റ്സ് ഇല്ലാത്തതുകൊണ്ട് ബി ഗ്രേഡ് കൊടുത്തു. ബാക്കിയുള്ളവരെല്ലാവരും ടീച്ചേഴ്സിനെ വെച്ചാണ് ഈ ഡാൻസ് എല്ലാം പഠിച്ചത്. പക്ഷെ ഇവരുടെ ഗ്രൂപ്പ് എന്ന് വെച്ചാൽ ഇവർ തന്നെ പഠിക്കുക ചെയ്തത്. ഇവളായിരുന്നു എല്ലാവരും പഠിച്ചത്. യൂട്യൂബിലും അതിലും ഇതിലൊക്കെ നോക്കി ഇവള് തന്നെ അവരെ പഠിപ്പിച്ചത്. അതുകൊണ്ട് ഇവർക്ക് കിട്ടിയില്ല. ഒടുവായപ്പോഴത്തേക്ക് കിട്ടാവുള്ളൂ. അല്ലെങ്കിൽ ഇവർക്ക് കിട്ടിയാലേ. പക്ഷെ ബി ഗ്രേഡ് ഞങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് 4th മിക്കവർക്കും ബി ഗ്രേഡാണ്. 3 പേർക്ക് A ഗ്രേഡ് ഉള്ളൂ. അവരെന്നേരം കുറെ ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്തു. അതിനൊക്കെ മാർക്കുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടായിരുന്നെങ്കിൽ സ്റ്റേജിൽ പോകാൻ പറ്റിയാണ്. കാരണം ഞങ്ങൾ അത്രയും നല്ല എഫോർട്ട് ഇട്ട് കളിച്ചു. അയ്യോ അത് താഴെ കേക്കിന്റെ അകത്തോടെ പോയത്. പിന്നെ മീനുകുട്ടി ഒരു പാട്ട് പാടിക്കേ. നല്ല പാടി പാടും. പാട്.
അയ്യോ ചുമച്ചു. വിക്കിപ്പോയി. അല്ല അത് സിനിമ പാട്ടാണോ? ഗബ്രിയലിന്റെ ആണെങ്കില് ഇത് വരും, കോപ്പിറൈറ്റ് വരും നമുക്ക് ഇതിനകത്ത് പാടിയിട്ടല്ലേ. കരോക്കെ ഭയങ്കര നല്ലതായിട്ട് പാടിയാലേ കരോക്കെ അല്ല കോപ്പിറൈറ്റ് ഇല്ല ലിറിക്സ് വന്നാലേ വരും. നേരെ പാടത്തില്ല. അല്ല ഏത് പാട്ട് പാടാൻ പറ്റും? കണ്ണും കണ്ണോ അത് സിനിമ പാട്ടല്ലേ? പിന്നെ സിനിമയ്ക്ക് എനിക്കറിയത്തില്ല. നീ പാടിക്കോടി. കൊച്ചിന് ചുമ വന്നു, കൊച്ചിനെ തുപ്പല് കഴിഞ്ഞു. അതൊന്നും അല്ല ഇതാ ഈ കഴിയുമ്പോ കുറച്ച് നേരത്തേക്ക് നമുക്ക് ചുമ വന്നു പോയോ. ഏത് പാട്ടാണ് പാടണം? കണ്ണും കണ്ണും കാത്തിരുന്നു മണ്ണിലൊരു പൈതലിടാ, കാതോരും കേട്ടിരുന്നു ദൈവപുത്രം ഇറക്കുമെന്ന്. കണ്ണും കണ്ണും കാത്തിരുന്നു മണ്ണിലൊരു പൈതലിടാ, ഞായി കാതോരും കേട്ടിരുന്നു ദൈവപുത്രം ഇറക്കുമെന്ന്. സ്നേഹത്തിനെത്ര നല്ലതാണ് നിന്നെ ഞാനി പരിശോധിക്കാം. എത്ര നല്ല സ്നേഹത്തിനെത്ര നല്ലതാണ് നിന്നെ ഞാനി പാടി സുഖിക്കാം. കണ്ണും കണ്ണും കാത്തിരുന്നു മണ്ണിലൊരു പൈതലിനായി, കാതോരും കേട്ടിരുന്നു ദൈവപുത്രൻ ഇറക്കുമെന്ന്. ഞാൻ എന്റെ കൂടെ ക്ലാസ് വേണ്ട ഇത് ജില്ലാന്ന് വെച്ചേ ഒന്ന് നോക്കാനാ, വെറുതെ ഒന്ന് നോക്കട്ടെ. അടിപൊളി, ഇത് വലിയ കണ്ണുടാ, മോത്തേക്കാളും ഇത്. കണ്ണും കണ്ണും കാത്തിരുന്നു മണ്ണിലൊരു പൈതലിടാ, കാതോരും കേട്ടിരുന്നു ദൈവപുത്രം പിറക്കുമെന്ന്. കണ്ണും കണ്ണും കാത്തിരുന്നു മണ്ണിലൊരു പൈതലിടാ, കാതോരും കേട്ടിരുന്നു ദൈവപുത്രം പിറക്കുമെന്ന്. ആകാശവീതിയിൽ താരാട്ടുപാടി ഉറക്കിടുവാനായി നിലച്ചിരുന്നു. ആകാശവീതിയിൽ സ്നേഹത്തിൻ നിറമുഴമായി താരാട്ടുപാടി ഉറക്കിടുവാനായി നിലച്ചിരുന്നു. തൊപ്പി വെച്ചില്ല. രണ്ടുപേരും മണ്ണിലൊരു പൈതലിടാ, കാതോരും കേട്ടിരുന്നു ദൈവപുത്രം ഇറക്കുമെന്ന്. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.